ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ചില്ലിയാണ് കേട്ടോ. ഒരു വെറൈറ്റി കോളിഫ്ലവർ ചില്ലിയാണ്. അപ്പോൾ കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ ഈ കോളിഫ്ലവർ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. കോളിഫ്ലവർ നമുക്ക് മെയിനായിട്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും, ക്യാൻസറൊക്കെ തടയാൻ സഹായിക്കും, അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും തടയാൻ സഹായിക്കും. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുകൊണ്ട് ഒരു നല്ല അടിപൊളി ചില്ലി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അതിന് മുൻപ് ഈ കോളിഫ്ലവർ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായി വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. നന്നായി തിളച്ചതിന് ശേഷം ഈ കോളിഫ്ലവർ അതിലോട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇതാ തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുകൂടി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. നല്ലോണം തിള വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കളഞ്ഞിട്ട് അതിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകി വാരിയെടുക്കാം. കോളിഫ്ലവർ തണുത്ത വെള്ളത്തിൽ 2-3 തവണ കഴുകിയിട്ട് വാരിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളമില്ലാണ്ട് വാരിയെടുക്കുക. ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാറുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കേട്ടോ. അതിൽ മെയിനായിട്ട് വേണ്ടത് ചില്ലി ചിക്കൻ ഫ്രൈ മസാലയാണ്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലൊന്ന് അരച്ചെടുത്ത് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ വേണ്ടത് നാരങ്ങ, ഒരു ചെറുനാരങ്ങൻ്റെ നീര്. ഇത് വേണ്ടോ. അടുത്തത് നമുക്ക് നൂഡിൽസിൻ്റെ കൂടെ വരുന്ന മസാല പാക്കറ്റ്. ഇത്രയാണ് കേട്ടോ വേണ്ടത്. അത് ഒരെണ്ണം മതിയാവും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വെച്ച കോളിഫ്ലവറിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കോളിഫ്ലവറിലോട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മൈദമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിടി മൈദമാവ് മതിയാവും. അത്രയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോളിഫ്ലവറിലോട്ട് മൈദമാവ് ഒരു പിടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് സെറ്റ് ആവട്ടെ. നമുക്ക് ഉപ്പൊന്നും ആവശ്യം വരില്ല, കാരണം നമ്മൾ ചില്ലി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മസാല ഇതിലിട്ടിട്ടുണ്ട്. അതിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ നൂഡിൽസിൻ്റെ മസാല ഇട്ടിട്ടുണ്ട്, അതിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപ്പൊന്നും എക്സ്ട്രാ ഇടേണ്ട ആവശ്യം വരില്ല. അപ്പം ഇനി ഇതൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവുമ്പോൾ കോളിഫ്ലവർ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് റൈസ് ബ്രാൻഡ് ഓയിലില്ലേ, തവിടെണ്ണ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതാവുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ നമുക്ക് തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് പുറത്തുനിന്ന് എണ്ണ വാങ്ങേണ്ടി വരുന്നില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മളിതാ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ. ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തത് കൊണ്ട് ഹാഫ് ബോയിൽ ആയിട്ടുണ്ടാവും. ഇനി പാതിയേ ആവാനുള്ളൂ. അപ്പം ഇനി ഒരു സൈഡ് ആയതിനു ശേഷം അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ക്രിസ്പി കോളിഫ്ലവർ ചില്ലി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. അപ്പം ഇനി ഇതിന് നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി കോളിഫ്ലവർ ചില്ലി ഇതാ നമ്മളൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും.
അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ.